ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് സമ്മതിക്കുന്നു അവിടുത്തെ കോൺഗ്രസ് അധ്യക്ഷൻ. വനവാസി മേഖലകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്. ദീപക് ബൈജ് ജനം ടിവിയോട് പ്രതികരിച്ചതാണ്. ആ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം, എന്നിട്ട് ശ്രീകാന്തിലേക്ക് വരാം. देखिए, अगर धर्मांतरण अवैध धर्मांतरण हो रही है, धर्मांतरण हो रहा है, तो सरकार को रोकना चाहिए इस पे। सरकार तो उनकी है, भारतीय जनता पार्टी की सरकार है, कौन मना किया है उसको? हम कार्रवाई करें ना। अवैध धर्मांतरण हुआ, गलत तरह से धर्मांतरण हुआ, जोर जबरदस्ती धर्मांतरण कर रहे, तो सरकार को कार्रवाई करनी चाहिए। सरकार निष्पक्ष रूप से है, तो इस तरह से प्रोपोगेंडा करना मैं समझता हूँ गलत है। अगर कानून लाया तो क्या गलत किया? क्या किसी को जबरन का जोर जबरदस्ती धर्म परिवर्तन कराया जा रहा है क्या? कराया गया है क्या? अगर कराया गया है, गलत धर्मांतरण हुआ है, तो कार्रवाई होना चाहिए। कौन उसको रोका है? लेकिन 15 साल भारतीय जनता पार्टी की सरकार रही और आज 1.5 साल से भारतीय जनता पार्टी की सरकार है। बता दे कितने अवैध धर्मांतरण हुआ है, कितने भी सरकार ने कार्रवाई की है। BJP നേതാവ് ബിപിൻ കൂടിയത്ത് ടെലിഫോൺ ലൈനിൽ ഒപ്പം ചേരുന്നു. ഞങ്ങൾ ഈ വാർത്ത നൽകുന്നത് ഫസ്റ്റ് ഓൺ ജനം എന്ന അടിക്കുറിപ്പോടെയാണ്. പക്ഷേ അത് ഫസ്റ്റ് ഓൺ ജനം എന്നല്ല, ജനം മാത്രമേ ആ വാർത്ത കൊടുക്കൂ. മറ്റ് ചാനലുകളൊന്നും അവിടുത്തെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനോടോ ഭൂപേഷ് ബാഗലിനോടോ ഒന്നും എന്താണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത് എന്ന് കൃത്യമായി ചോദിക്കാൻ സാധ്യതയില്ല. ഇവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കാനും സാധ്യതയില്ല. പക്ഷേ ശ്രീകാന്ത് അത് ചെയ്തു. കൃത്യമായൊരു ചോദ്യം, അതെ എന്ന ഉത്തരം. എന്താണ് പ്രതികരണം? അതിനാണ് ജനം ടി വി നടത്തിയ ഈ ഒരു പരിശ്രമത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതിലൂടെ വ്യക്തമാക്കപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസിന്റെ പൊള്ളത്തരമാണ് ഇതിലൂടെ വ്യക്തമാക്കപ്പെട്ടത്. ഈ വാർത്തയിലൂടെ വ്യക്തമാക്കപ്പെട്ടത് കോൺഗ്രസിന്റെ ആത്മാർത്ഥമില്ലായ്മയും അവരുടെ ഇരട്ടത്താപ്പുമാണ് ഈ വിഷയത്തിൽ ഈ ഒരു റിപ്പോർട്ടിങ്ങിലൂടെ ജനം ടി വി പുറത്തു കൊണ്ടുവന്നത്. കാരണം ഛത്തീസ്ഗഡിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതുവരെ ഇന്ന് ഈ വാർത്ത പുറത്തുനിന്ന് വരുന്നവരെ ഈ വിഷയവുമായി പ്രതികരിച്ചിട്ടില്ല. കാരണം എന്താണെങ്കിൽ ആ രാജ്യത്തെ ഈ നിയമം അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കോൺഗ്രസ് നേതാവ് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള ഇപ്പൊ MP ആയിരിക്കുന്ന അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി സംഘത്തിന്റെ കൂടെ പോകാൻ വേണ്ടി തയ്യാറായില്ല. അതിൽ അവിടുത്തെ കോൺഗ്രസിന് വേറെ അഭിപ്രായമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിക്കോ VD സതീശനോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കോ ആ കോൺഗ്രസ് നേതാക്കന്മാർക്കോ ഈ നിയമം പിൻവലിക്കണമെന്ന് പറയാനുള്ള ആർജവമുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കോൺഗ്രസിന്റെ നേതാവിനോട് ഈ നിയമത്തെ എതിർത്ത് ഇവരുടെ നിലപാട് എന്താണെന്ന് പറയാനുള്ള ഒരു ആർജവം കോൺഗ്രസ് കാണിക്കണം. കാരണം കോൺഗ്രസ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിലാണ് കേരളത്തിൽ ശ്രമിച്ചത്. കേരളത്തിൽ BJP ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ദുഃഖത്തിനോടൊപ്പം ചേർന്ന് ഈ വിഷയത്തിൽ പരിഹാരത്തിന് ശ്രമിക്കുമ്പോൾ ഈ വിഷയം പരിഹരിക്കാതിരിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ആ കോൺഗ്രസ് നിലപാടുകൾക്ക് ഏറ്റവും തിരിച്ചടിയാണ് ഇന്നത്തെ ഈ ഒരു റിപ്പോർട്ടിങ്. അങ്ങ് പറഞ്ഞു വന്നത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത് എന്നാണ്. അതായത് അവരൊരു മുന്നണിയുടെ ഭാഗമാണ്, ഇന്ത്യ മുന്നണി. അവർക്ക് തന്നെ പല അഭിപ്രായങ്ങളാണ്. ഇതിപ്പോൾ കോൺഗ്രസിലും പല അഭിപ്രായങ്ങൾ പലവട്ടം നമ്മൾ ഉയർന്നു കേട്ടിട്ടുണ്ട്. ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയത്തിൽ പോലും ഇങ്ങനെ ഏകോപനമില്ലാതെ ആളെ പറ്റിക്കുന്ന പരിപാടിയാണോ കോൺഗ്രസിൻ്റേത്? ഈ രാജ്യത്ത് ജനങ്ങളെ വഞ്ചിച്ച ചരിത്രം മാത്രമേ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുള്ളൂ. ഭാരതത്തിൽ ചരിത്രത്തിൽ എന്നും കോൺഗ്രസ് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ വഞ്ചിച്ച ചരിത്രമാണ്. അതേ ചരിത്രം തന്നെയാണ് ഇപ്പൊ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പൊ കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? അവിടെ BJP മത സ്വാതന്ത്ര്യത്തെ ഹനിച്ചു, ക്രിസ്തു മതത്തിന്റെ സ്വാതന്ത്ര്യത്തെ അവിടെ ഹനിച്ചു എന്നാണ് കോൺഗ്രസ് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് CPM അതേ കൊടക്കീഴിൽ നിന്നുകൊണ്ട് BJP എന്തോ വലിയ അപരാധം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. BJP ഛത്തീസ്ഗഡിലെ ഗവൺമെന്റോ അവിടുത്തെ പോലീസോ അവിടെ മതപരമായ ഒരു കാര്യത്തെയും വിലക്കിയിട്ടില്ല. അവര് മതസ്വാതന്ത്ര്യത്തെ വിലക്കിയിട്ടില്ല. അവര് പള്ളിയിൽ പോകാനുള്ള പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ വിലക്കിയിട്ടില്ല. പരിശുദ്ധമായ ബൈബിള് വചനങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വിലക്ക് കൽപ്പിച്ചിട്ടില്ല. അവര് തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് തെരുവിൽ നടക്കാനുള്ള ഒരു അവകാശത്തെ വിലക്കിയിട്ടില്ല. പരിശുദ്ധമായ കുരിശിനെ അവിടെ നിരോധിച്ചിട്ടില്ല. അവർക്ക് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യത്തെ നിരോധിച്ചിട്ടില്ല. അവർക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ നിരോധിച്ചിട്ടില്ല.
അവിടെ ഒരു തരത്തിലുള്ള നിരോധനവും ഉണ്ടായിട്ടില്ല. അവിടെ സംഭവിച്ചത് എന്താ, ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് കൊണ്ടുപോകുന്ന 2-3 പേരെ മതിയായ രേഖകളില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്യുന്നു. മതിയായ രേഖകളില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ രേഖകളുടെ അഭാവത്തിൽ നാരായൺപൂർ എന്ന് പറയുന്ന പ്രത്യേകിച്ച് നക്സൽ ബാധിത പ്രദേശത്ത് നിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് പോലീസ് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നു. ആ 3 കുട്ടികളുടെ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടാകുന്നു. ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ നിൽക്കുന്ന ഈ കോൺഗ്രസ് ഗവൺമെന്റ് പാസാക്കിയ നിലവിൽ നിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലും ഛത്തീസ്ഗഡിലെ പ്രത്യേകിച്ച് വനവാസി മേഖലയിലെ ഈ പ്രശ്നങ്ങളിലേക്ക് സാമൂഹിക സാഹചര്യത്തിലും പോലീസ് എഫ്ഐആർ ഇടുന്നു. ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഹ്യൂമൻ ട്രാഫിക് ചാർത്തുന്നു. സ്വാഭാവികമായിട്ട് പുതിയ BNS ഭാരതീയ ന്യായസഭ വന്നപ്പോൾ ഈ ഷെഡ്യൂൾഡ് ഒഫൻസിലേക്ക് ഉൾപ്പെടുത്തിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ നിൽക്കാത്ത വിഷയമായതുകൊണ്ട് NIA കോടതിയിലേക്ക് റഫർ ചെയ്യും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോടതിയിൽ സർക്കാരിന്റെ വക്കീലന്മാർ ഈ ജാമ്യത്തെ എതിർത്തിട്ടില്ല എന്നുള്ളത്, ഇപ്പൊ എതിർക്കാൻ സാധ്യതയില്ല എന്നുള്ളതും ഇപ്പോ സംസ്ഥാന പ്രസിഡന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഗവൺമെന്റ് ജാമ്യത്തെ എതിർക്കില്ല എന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മതപരമായ എന്ത് വിഷയമാണ്, ഞാൻ ഇത്രയും പറഞ്ഞ വിഷയത്തിനിടയ്ക്ക് മതപരമായ എന്ത് വിഷയമാണ് ഇതിലുള്ളത് എന്നുള്ളത് കോൺഗ്രസ് CPM വ്യക്തമാക്കണം. ഇതിനകത്ത് എവിടെയാണ് മതപരമായ വിഷയമുള്ളത്? ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് കൊണ്ടിരുന്നത് ഒരു മതത്തിന്റെ മൗലിക അവകാശത്തിൽപ്പെട്ടതാണോ? നമ്മുടെ മൗലിക അവകാശങ്ങളിൽ മതപരമായ മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ഏത് സെക്ഷനിലാണ് ഈ ജോലിക്ക് കൊണ്ടുവരുന്നത് മതപരമായ കാര്യമായിട്ട് മാറുന്നത്? ഇത് തികച്ചും മതപരമായ ഒരു കാര്യമല്ല. ഒരു നെഗ്ലിജൻസ് സംഭവിച്ചു, വേണ്ടത്ര രേഖകളില്ലാതെ ഒരു നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട്. ആ നെഗ്ലിജൻസിന് അവിടെ കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിയമത്തിന്റെ മുന്നിൽ നിയമത്തെ എന്താ പറയുക, വേണ്ടത്ര നിയമപരമായ കാര്യങ്ങൾ ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് എതിരെ കേസെടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ലൈസൻസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും, ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ലൈസൻസ് ചിലപ്പോൾ കയ്യിൽ വെച്ചിട്ടില്ലേ, പോലീസ് ചോദിക്കുമ്പോൾ ലൈസൻസ് ഹാജരാക്കണം. അത് ഹാജരാക്കിയില്ലെങ്കിൽ അത് നെഗ്ലിജൻസ് ആണ്. നെഗ്ലിജൻസ് ഇസ് ക്രൈം എന്നാണ് പറയാ. അപ്പൊ നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR ഉണ്ടായിട്ടുണ്ട്, ആ ഒരു മൊഴി ഉണ്ടായിട്ടുണ്ട്, മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മതപരമായ എന്ത് നിഷേധമാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഇവിടുത്തെ CPM-ഉം ഇവിടുത്തെ കോൺഗ്രസും വ്യക്തമാക്കണം. എന്ത് വൃത്തികേടും വിളിച്ചു പറയാമെന്ന തരത്തിലേക്ക് CPM-ന്റെയും കോൺഗ്രസിന്റെയും കേരളത്തിലെ നേതാക്കന്മാർ മാറി എന്നുള്ളത് വലിയ അപലപനീയമായ കാര്യമാണ്. കാരണം ഇന്ന് ഇന്ത്യയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളിലോ അത് ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാരോ CPM-ന്റെയോ കോൺഗ്രസിന്റെയോ ദേശീയ നേതാക്കന്മാരോ ആരും പ്രതികരിച്ചിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള ഇടത് MP-മാരും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാരുമാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം അതിന്റെ അടിസ്ഥാനം കേരളത്തിൽ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള മുനമ്പം വിഷയമടക്കം പല വിഷയങ്ങളിലും ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നിന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും അവസാനം ഉണ്ടായ സംഭവമാണല്ലോ മുനമ്പം സംഭവം. അതിനു മുമ്പ് എന്താ പറയുക, പാല ബിഷപ്പിന്റെ സംഭവം ആയിക്കോട്ടെ, താമരശ്ശേരി ബിഷപ്പിനെതിരെയുള്ള ആരോപണങ്ങളായിക്കോട്ടെ, കൈവെട്ട് കേസായിക്കോട്ടെ, സ്കൂളിൽ എന്താ പറയുക ക്രിസ്മസ് ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ഉണ്ടായിട്ടുള്ള വിഷയം ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ പറയുക ഹലാൽ ഭക്ഷണത്തിനെതിരെ പള്ളിയിൽ പ്രസംഗിച്ച വിഷയമായിക്കോട്ടെ, കേരളത്തിൽ കഴിഞ്ഞൊരു 50 വിഷയങ്ങൾ ക്രിസ്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട 50 വിഷയങ്ങൾ എടുത്താൽ ഈ 50 വിഷയത്തിലും മൗനം പാലിച്ചിരുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഈ വിഷയം പൊക്കിക്കൊണ്ടുവരുന്നത് കേരളത്തിൽ ക്രിസ്തീയ സമൂഹത്തിന്റെ ഉള്ളിലുണ്ടായിട്ടുള്ള സാമൂഹ്യപരമായ മാറ്റത്തെ ഭയന്നിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ തെറ്റിദ്ധാരണയിൽ വീഴുന്നവരല്ല ഇവിടുത്തെ എന്താ പറയുക ക്രിസ്തീയ സമൂഹം. ബഹുമാനപ്പെട്ട തൃശ്ശൂരിൽ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പിതാവിനെ പോയി കണ്ട സമയത്ത് അദ്ദേഹം ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്നലെയും ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അവർ BJPയുടെ ഇടപെടലുകളെയും BJPയുടെ നടത്തിയ ഇടപെടലുകളെയും BJPയുടെ നേതാക്കന്മാർ ഷോൺ ജോർജ് അടക്കമുള്ള അനുപാനൻ അടക്കമുള്ള BJPയുടെ നേതാക്കന്മാർ നടത്തിയ ഇടപെടലുകളെ അഭിനന്ദിച്ചുകൊണ്ട് ശ്ലാഘിച്ചുകൊണ്ട് എന്ന ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇന്നും തൃശ്ശൂർ പിതാവ് പറഞ്ഞെന്താ, BJPയുടെ ഭാഗത്തുനിന്ന് കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറിന്റെ ഭാഗത്തുനിന്നും ജോർജ് കുര്യൻ സാറിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും പോസിറ്റീവായിട്ട് സമീപനമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട പിതാവ് ഇന്ന് രാവിലെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം ക്രിസ്തീയ സഭകളിലെ പുരോഹിതന്മാർക്കോ അതുപോലെ പിതാക്കന്മാർക്കോ ആർക്കും BJP ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയെന്നുള്ള അഭിപ്രായമില്ല. BJP ഇതിനകത്ത് ഗൂഢാലോചന നടത്തുകയോ BJP മനഃപൂർവ്വമായി ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു എന്നുള്ള അഭിപ്രായം ഇവർക്ക് ആർക്കുമില്ല. മറിച്ച് ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കേസുകൾ
പരിഹരിക്കപ്പെടേണ്ടതാണ്. ആ ഉണ്ടായ സംഭവത്തിൽ ഖേദമുണ്ട്. അത് ക്രിസ്ത്യൻ സഭകൾക്ക് ഖേദമുള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും അതിൽ ഖേദമുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആ ഖേദപ്രകടനം നടത്തിയിരുന്നു. തീർച്ചയായും കൃത്യമായി ഇടപെടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ. പ്രധാനമന്ത്രിയുടെ ഉറപ്പ് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പൊക്കെ വാങ്ങിയിട്ടുമുണ്ട് അക്കാര്യത്തിൽ. വിവരങ്ങൾ പ്രതികരിക്കുകയായിരുന്നു ബിപിൻ കൂടിയത്ത്, BJP നേതാവ്.